ഉമ്മയ്ക്കാണെങ്കിൽ നല്ല പനിയായിരുന്നു കേട്ടോ. ഉമ്മ കിച്ചണിലോട്ടേ കയറിയില്ല. അപ്പോൾ കുക്കിംഗ് ഫുൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി. എനിക്കാണെങ്കിൽ അത് കുക്ക് ചെയ്യാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. പിന്നെ ചിക്കൻ അങ്ങനത്തെ ഒരു ഐറ്റംസും ഉണ്ടായിരുന്നില്ല. അടുക്കള ഫുൾ കാലിയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബസ്മതി റൈസും പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഒരു ക്യാരറ്റ് മാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തട്ടിക്കൂട്ടിൽ ഞാൻ മിടിക്കായതുകൊണ്ട് വേഗം ഒരു പാൻ എടുത്തു. കുറച്ച് ബസ്മതി റൈസ് കുറച്ച് പുതിനയില ഇട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തു. പാത്രങ്ങളെല്ലാം ഞാൻ തന്നെ കഴുകി വെക്കണമെന്ന് ഓർത്തപ്പോൾ ഞാൻ ആകെ ഈ ഒരു പാത്രത്തിൽ എല്ലാ പണിയും ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ദെൻ പാൻ വെക്കുന്നു, ബട്ടർ ഒഴിക്കുന്നു, ഗാർലിക്, പിന്നെ അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇത് മുട്ട നല്ലപോലെ ആകുമ്പോൾ കുറച്ച് കുരുമുളകും സോയാ സോസും ഇടാം. പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ഇടാം. മിക്സ് പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വേറെ എന്തെങ്കിലും പേരൊക്കെ ഇട്ട് വിളിക്കാം. ഞാൻ എഗ് ഫ്രൈഡ് റൈസ് എന്ന് വിളിച്ചു. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. റൈസ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ തോന്നുമ്പോൾ എടുത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കുറച്ച് എരിവ് എൻ്റെ ഇച്ചിരി കൂടി പോട്ടെ, കാരണം ഞാൻ കുരുമുളക് പണ്ടേ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് കുരുമുളക് വാരി വിതറി ഗൈസ്. അതർവൈസ് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ചേട്ടാ അപ്പോൾ